ഹരി സാർ നമസ്കാരം. കോഴിക്കോട്ടെ നഫീസ് ഉമ്മ യാത്ര പോയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി അതിനെതിരെ രംഗത്ത് വന്നു. വലിയ വിമർശനങ്ങളാണ് ഇദ്ദേഹത്തിനെതിരായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് എന്താണ് പുറത്തിറങ്ങിക്കൂടെ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയകളും ഇവിടുത്തെ പ്രധാനപ്പെട്ട മീഡിയകളെല്ലാം ഉയർത്തി. പക്ഷെ അതിനുശേഷവും ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്ത്രീകൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഭർത്താവോ കുട്ടികളോ കൂടെ ഉണ്ടാവണം എന്നതാണ് നിയമം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇതിനെതിരെ പറയുന്ന ആളുകളോട് പല ആളുകളും ഈ കമന്റിലൊക്കെ വന്ന് പറയുന്നത് ഇത് മത നിയമമാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് അതിൽ പ്രശ്നം എന്നൊക്കെയാണ് ചോദ്യം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് മതനിയമം ഈ രീതിയിലുള്ള, അതായത് ഇടുങ്ങിയ ചിന്താഗതിയിലുള്ള മതനിയമം നടപ്പിലാക്കേണ്ട ഒരു രാജ്യമാണോ? ഇവിടെ ഭരണഘടനയല്ലേ നടപ്പിലാക്കേണ്ടത്? അങ്ങനെ ചോദിച്ചാലേ, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചിന്തകള് അല്ലെങ്കിൽ അദ്ദേഹം അനുഷ്ഠിക്കുന്ന ഫോളോ ചെയ്യുന്ന മതത്തിന്റെ കാര്യങ്ങളായിരിക്കും. ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ വളരെ കീനായിട്ട് വാച്ച് ചെയ്യേണ്ടത്. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നത് ഡിസംബർ മാസത്തിലാണ് ഈ നബീസ് ഉമ്മ എന്ന് പറയുന്ന ആ ലേഡി മണാലിയിലേക്ക് പോകുന്നത്. അവർ ഒറ്റയ്ക്കല്ല പോകുന്നത്, അവർക്ക് 3 പെൺമക്കളാണ്. ആ പെൺമക്കളും അവരെ അക്കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ അവരുടെ ഒരു എക്സൈറ്റ്മെന്റിൽ ഏതാണ്ട് 50-55 വർഷമായിട്ട് ഈ കോഴിക്കോട് ആ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ അവര് താമസിക്കുന്ന പ്രദേശം വിട്ട് മറ്റൊരു സ്ഥലം കാണാത്ത, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റില് അവര് അവിടുത്തെ അയൽവക്കത്തെ സ്ത്രീകളുടെ പേരൊക്കെ എനിക്കും തോന്നുന്നുണ്ട് അഭിസംബോധന ചെയ്തിട്ട് എല്ലാവരും വാ ഇവിടെ ഭയങ്കര രസമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആ ആ ആ മണാലിയിലെ മഞ്ഞും അവിടുത്തെ ആ തണുപ്പും അതില് ആ മഞ്ഞു വാരി എറിയുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ചില, എന്താ പറയാ, മനുഷ്യനിൽ ഉണ്ടാവുന്ന ചില നിഷ്കളങ്കമായിട്ടുള്ള ഭാവങ്ങളാണ് അവർ ആ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. എന്റെ ഒരു അഭിപ്രായത്തിൽ അവർക്ക് യൂട്യൂബ് എന്തെന്നോ ഇൻസ്റ്റാഗ്രാം എന്തെന്നോ ഫേസ്ബുക്ക് എന്തെന്നോ പോലും അറിയാൻ സാധ്യതയില്ല. അത്രയും ഒരു ഒരു വളരെ ഗ്രാമീണയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അങ്ങനെ അവരുടെ മകളൊക്കെ പങ്കുവെച്ചു. അത് വൈറലായി. ഏതാണ്ട് 50 ലക്ഷത്തിലധികം ആൾക്കാർ ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ടു. ഈ ആൾക്കാരൊക്കെ കണ്ടത്, അവരെ കാണാൻ അത്ര ഭംഗിയുള്ള സ്ത്രീയൊന്നുമല്ല, അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പോകുന്ന ഭാവമൊന്നുമില്ല. പക്ഷെ അവരുടെ ആ ഒരു നിഷ്കളങ്കത്വമാണ് നമ്മളെല്ലാവരെയും ആ വീഡിയോയിലേക്ക് ആകർഷിച്ചത്. അവര് അത്രയും കാലം അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഭർത്താവ് മരിച്ചിട്ടും ജീവിച്ചു. അവർക്ക് അങ്ങനത്തെ മക്കള്, പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ ഇങ്ങനെ അമ്മമാരെയൊക്കെ കൂട്ടിയിട്ട് മണാലി പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ പോവാന്നൊക്കെ പറയുന്നത് വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്തോഷത്തില് അവര് മതിമറന്നതും ആ മതിമറന്ന സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും പങ്കുചേർന്നത്. എനിക്ക് തോന്നുന്നത് കുറെ കാലം, അല്ലെങ്കിൽ ആ വീഡിയോയുടെ അടിയിലുള്ള കമന്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു ആംഗിളിലാണ് ആ വീഡിയോ കാണാൻ ശ്രമിച്ചതും എല്ലാവരും അഭിനന്ദിച്ചതും അവർക്ക് ആശംസകൾ അറിയിച്ചതും. ഓൾ ഓഫ് എ സഡൻ അവരുടെ മകള് ജിഫ്ന എന്നോ മറ്റാണ് അവരുടെ പേര്, അവര് പറയുന്നുണ്ട് ഇതിന് ശേഷം, അതായത് ഈ ടൂറ് പോയി തിരിച്ചു വന്ന് ഈ വീഡിയോ വൈറലായതിനു ശേഷം ഇവര് കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഇവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുവാനും അവരോട് വൈറലായ വിശേഷങ്ങൾ തിരക്കാനും അവരുടെ അനുഭവങ്ങൾ അന്വേഷിക്കാനൊക്കെ ആൾക്കാരുടെ ക്യൂ ആയിരുന്നു എന്നാണ് പറയുന്നത്. അവര് പെട്ടെന്ന് പോപ്പുലറായി. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം അതാണല്ലോ, പെട്ടെന്ന് പോപ്പുലർ ആവാൻ പറ്റും. നമ്മുടെ മറിയ ചേട്ടത്തിയുടെ ഒക്കെ പോലെ തന്നെ. അപ്പോ അങ്ങനെ അവര് വളരെ വേഗത്തിൽ പോപ്പുലർ ആവുകയും ആ പോപ്പുലാരിറ്റി ജനം ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരും കല്യാണത്തിനും അല്ലെങ്കിൽ അവരുടെ തൊട്ടയൽവക്കത്തെ ഗ്യാതറിങ്സിലൊക്കെ പോകുമ്പോൾ ഇവരെ തിരിച്ചറിയുകയും ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ ധാരാളം വന്നിരുന്നു. അവിടുന്നാണ് ഓൾ ഓഫ് എ സഡൻ ഈ പറയുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കമന്റ് വരുന്നത്. ഈ കമന്റിന് ശേഷമുള്ള ഈ മകളുടെ ഒരു കുറിപ്പുണ്ട്, നമ്മൾ അതൊന്ന് വായിക്കണം. ആ കുറിപ്പിൽ അവര് പറയുന്നത് ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഇവര് മാറി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് പോപ്പുലാരിറ്റി കൊണ്ടാണ്, അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ വരുന്നവരുടെ തിരക്ക് കൊണ്ടാണ് ഇവർക്ക് പൊതുജനത്തിന്റെ ഇടയിലേക്ക് പോകാൻ സാധിക്കാതിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ പ്രയാസം നേരിട്ടിരുന്നത് എങ്കിൽ, ഇപ്പോ വലിയ എന്തോ കുറ്റം ചെയ്ത ഒരാളെ നോക്കിക്കാണുന്നത് പോലെയാണ് സമൂഹം ഇവരെ നോക്കിക്കാണുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗത്തിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തിന് ശേഷം എന്നാണ് അവരുടെ മകള് ഒരു കുറിപ്പില് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടത്. കാരണം അതുവരേക്കും ആളുകള് അവരെ നോക്കിക്കണ്ടിരുന്നതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ട് അവരെന്തോ വലിയൊരു തെറ്റ് സമൂഹത്തിനോടും അവരുടെ മതത്തിനോടും ചെയ്ത പോലെയുള്ള രീതിയിലേക്ക് മാറുന്ന ഒരവസ്ഥ.
ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 90കളുടെ മധ്യത്തിലാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം. ഈ താലിബാന്റെ ഭരണത്തിന്റെ സമയത്ത് അവിടെ വളരെ നിഷ്കർഷയോട് കൂടിയിട്ട് പാലിക്കപ്പെട്ടിട്ടുള്ള ചില നിയമങ്ങളാണ് ബുർഖ ധരിക്കാതെ മറ്റേ ലേഡീസ് പുറത്തിറങ്ങരുത്. അതുപോലെ തന്നെ പുരുഷന്മാരാരും കൂടെയില്ല എങ്കിൽ മറ്റേ ലേഡീസിനെ പൊതുജന മധ്യത്തില് ആളുകൾ വടികൊണ്ടും മറ്റുള്ള പലതരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട്, ആയുധം എന്ന് പറഞ്ഞാൽ വലിയ വാൾ അങ്ങനത്തെ അല്ല, വടി, മരക്കഷ്ണം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ അടിക്കുകയും തൊഴിക്കുകയും ചവിട്ടുകയും, കാബൂൾ പോലെ ഉള്ള സിറ്റികളിൽ പോലും, അഫ്ഗാനിസ്ഥാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള കാബൂളിൽ പോലും ഒരു ആശുപത്രിയുടെ ആവശ്യത്തിനോ ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ആവശ്യത്തിനോ അറ്റ്ലീസ്റ്റ് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്തത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ താലിബാന്റെ കാലഘട്ടത്തിൽ 90s മധ്യത്തിൽ തൊട്ടിട്ട് ഒരു 2002 തോന്നുന്നു ആ ഒരു കാലഘട്ടം വരെ അഫ്ഗാനിസ്ഥാനിൽ പോയി. അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള താലിബാൻ റൂളിൽ ഇപ്പോഴുമുള്ള രാജ്യം മടങ്ങി വന്നു. അവര് ഇപ്പൊ വിദ്യാഭ്യാസമായാലും മറ്റേ സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യമായാലും ഇത്തരത്തിലുള്ള വളരെ എന്താ പറയാ പ്രാകൃതമായിട്ടുള്ള നിയമങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവരും ഒരു മോഡേൺ പാതയിലേക്ക് തിരിച്ചു പോയപ്പോ നമ്മളെപ്പോലെ കേരളം പോലെ ഇത്രയും വിദ്യാസമ്പന്നരും അതുപോലെ സംസ്കാര സമ്പന്നരും പ്രബുദ്ധരും എന്ന് അവകാശപ്പെടുന്ന ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു കമന്റ് വരിക, ആ കമന്റിനെ ഈ AP അബൂബക്കർ മുസ്ലിയാർ പോലെയുള്ള ആൾക്കാർ പിന്തുണയ്ക്കുക. അപ്പോ അവരുടെ ഒരു പിന്തുണ വന്നതോട് കൂടിയിട്ട് സമൂഹത്തില് അവരെ ഫോളോ ചെയ്യുന്ന വലിയൊരു വിഭാഗം ആൾക്കാര് ഇവരെ ഒരു കൾപ്രിറ്റ് ആയിട്ട് കാണുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മറ്റേ അപലപനീയമാണ്, മ്ലേച്ഛമാണ് എന്നാണ് നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് ആ വാക്കിനെ ഉപയോഗിക്കുക. ശരിയാണ്, മതനിയമങ്ങളൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്നവർ ജീവിച്ചോട്ടേനെ, അതിലൊന്നും നമുക്ക് വിരോധമില്ല. അത് മറ്റൊരു ആളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ. നമ്മളൊക്കെ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. ലോകം ഒരുപാട് മുന്നിലേക്ക് പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ. ആ സമയത്തും ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളുടെ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ മേജർ ആ ഷിഫ്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ആകുലതപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനം അല്ല എന്നെ കൂടുതലായിട്ട് മറ്റേ കൺസേൺഡ് ആക്കിയത്. കാരണം അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അപ്പൊ എനിക്ക് എന്റേതായ അഭിപ്രായം ഉണ്ടാവാം. ഞാൻ മത നിയമങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചിലപ്പോൾ അതായിരിക്കും വലുതായിട്ട് തോന്നുക, ശരിയത്തായിരിക്കും എനിക്ക് ഏറ്റവും വലുതായിട്ടുള്ള തോന്നുക. ഇന്ത്യൻ ഭരണഘടനയും മറ്റുമൊക്കെ രണ്ടാമത്തേതായിട്ടായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അത് അദ്ദേഹത്തിന്റെ ചിന്തയാണ്. ആ ചിന്തയിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹത്തിന് അഭിപ്രായം പറയാം. അതിന് യാതൊരു ബുദ്ധിമുട്ടുള്ള രാജ്യമല്ല നമ്മളുടേത്. പക്ഷെ അന്ന് വരേക്കും വൈറലായിട്ട് നിന്നിരുന്ന, സെൽഫി എടുക്കാൻ ആൾക്കാർ തിരക്ക് പിടിച്ചിരുന്ന നബീസുമ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി പെട്ടെന്ന് കൾപ്രിറ്റായിട്ട് മാറുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തില് നമ്മളെ ഇരുത്തി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ആ തരത്തിലേക്ക് നമ്മൾ അധപ്പതിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പൊ അവരുടെ മകളുടെ ആ രണ്ടാമത്തെ കുറിപ്പ് വളരെ വികാരാധീനമായിട്ടാണ് അവർ എഴുതിയിട്ടുള്ളത്. അവരുടെ ഏതോ ഒരു വളരെ അടുത്തൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് മരണ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോ ഒരുപാട് പേര് ഇവരെ വളരെ മോശം ആയിട്ട് അവരോട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തു. അവർ വലിയ എന്തോ തെറ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള രീതിയിൽ അവർ മാറി എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഷിഫ്റ്റ്. ഇത് മുസ്ലിം സമൂഹം, പ്രത്യേകിച്ചും പുരോഗമന ചിന്താഗതിയുള്ള ധാരാളം ആൾക്കാരുള്ള കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം സമൂഹം. അതിൽ നിന്ന് തന്നെ ഇതിനെതിരെ ഉള്ള മറ്റേ ശബ്ദം ഉയരണം. അപ്പോ ഇതില് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ നാട്ടില് പ്രത്യേകിച്ചും അവരുടെ കമ്മ്യൂണിറ്റിയിൽ മുസ്ലിംസ് തന്നെയാണ് ഇതിനെയൊക്കെ എതിർക്കേണ്ടത്. ഒരു അമ്മയും മകളും ഒരു യാത്ര പോയതിന്റെ സന്തോഷമായിട്ട് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും സാറ് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ മൗലികമായ അവകാശങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതാവരുത് ഈ പറയുന്ന മതനിയമങ്ങൾ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുതന്നെ സംഭവിക്കട്ടെ. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ നവീകരണത്തിന് വേണ്ടി എല്ലാവരും ശ്രമിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കും പറയാൻ കഴിയുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.